വീട് തന്നെയല്ലേ? പിന്നെ എനിക്ക് അറിഞ്ഞൂടാത്ത വീടുകളുണ്ടായി ഈ പഞ്ചായത്തിൽ. ഇതൊന്നും ഐസ് കച്ചവടത്തിന് വന്നതാ? അല്ല, ഞാൻ ഇവിടുത്തെ കോളിംഗ് ബെല്ല്. ഇതാണോ? മാ മാ നമസ്കാരം അമ്മേ. നമസ്കാരം മോനെ. ഇപ്പൊ ഒന്നും ഇരിപ്പില്ല, അവനുള്ളപ്പം വാ. അയ്യോ അമ്മേ, ഞങ്ങൾ പിരിവാറല്ല, ക്ലബ്ബുകാരല്ല. പിന്നെ ഞാൻ മഹാബലി ഒറിജിനൽ. എല്ലാ ട്രൂപ്പും ഇങ്ങനെ പറയുന്നേ. അയ്യോ, ഇത് ഒറിജിനൽ മഹാബലി തമ്പുരാനാണമ്മേ. അതെ, പാതാളത്തിൽ നിന്ന് വന്ന ഞങ്ങള് ഒന്ന് കാണണമായിരുന്നു. അവൻ ബിസിയാ. ബിസിയാണോ? അതെ, ഇപ്പൊ എന്ത് ചെയ്യാ അമ്മേ? ഗതാഗത വകുപ്പില്ല. അയ്യോ, ഒരു അർജന്റ് കാര്യം ഉണ്ടായിരുന്നല്ലോ അമ്മേ. അവനും അർജന്റാ. ആണോ? അതല്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതല്ല, അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന അണ്ണന്റെ. ടിപ്പർ 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 ടിപ്പർ. പച്ചക്കറി വണ്ടി, പച്ചക്കറി വണ്ടി. കാർ 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 കാർ. ഡ്രൈവിംഗ് സ്കൂളിലെ കാർ എന്റെ. ഡ്രൈവിംഗ് സ്കൂളിലെ കാർ കൂട്ടോ? അത് കൂട്ടും. പിന്നെ അതെന്തോ ടയറല്ലേ? അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് പോകും. അയ്യോ, ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ശ്രീകാന്തിന്റെ അമ്മയുടെ ഭയങ്കര ഫാനാ. പാതാളത്തിരിക്കുമ്പോഴത്തേക്ക് ഞാൻ മെനക്കെട്ട് നിങ്ങളെ റീലെല്ലാം കാണും. ചിരിച്ചിരിച്ചിട്ട് ഊപ്പാട്. പുള്ളിയുടെ ചിരി എന്ന് പറഞ്ഞാൽ പാതാളത്തിൽ നിന്ന് ഭൂമി വരെ കേൾക്കാം. അങ്ങനത്തെ ചിരിയാ ചിരിക്കുന്നത്. എത്രയോ പ്രാവശ്യം സ്വന്തം ഭാര്യ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു പുള്ളി ചിരിക്കാതിരിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ചിരി നിർത്തുവോ? അങ്ങനത്തെ പുള്ളിയാ. ഒരു കോമഡിയുടെ ആരാധകനാ പുള്ളി. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അമ്മയോട് പറയാനും ഉണ്ട്. അമ്മയോട് ശ്രീകാന്തിനോടും വേണ്ടിയിട്ട്. ശ്രീകാന്ത് കൂടെ വന്നിട്ട് അത് ഞാൻ പറയാം. ശ്രീകാന്തിനെ കുറിച്ച് പറയുമ്പോ എനിക്കങ്ങ് 100 നാവാ. പുള്ളി മിടുക്കാൻ പയ്യനാ. എന്താ മിടുക്കനാ, ഒരു മണഗുണാച്ചൻ. എന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അയ്യോ, അവനൊരു കുന്തോ അറിയത്തില്ല. ഇതെല്ലാം ഉണ്ടാക്കുന്ന ഞാനാ. അവനറിയണ്ട. മക്കള് കയറി വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇരിക്കു മക്കളെ, കുടിക്ക്. പാതാളത്തിൽ നിന്ന് വലിഞ്ഞു കയറി വന്നതല്ലേ, ക്ഷീണം കാണും. കുടിക്ക്. 2 കളിയോടക്കാനും കൂടെ എടുക്കട്ടെ? അയ്യോ വേണ്ടമ്മേ, പാതാളത്തില് പിന്നെ എഴുത്തും വായന ഇല്ലാത്തോണ്ട് പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ല. അയ്യോ, കളിക്കുടുക്കയല്ല, കളിയോടക്ക. അയ്യോ, അതൊന്നും തിന്നാൻ പറ്റത്തില്ല, പല്ല് കേടായി പോയി. എനിക്ക് 10-200 വയസ്സുണ്ട്. എനിക്ക് 65 വയസ്സുണ്ട്. ശോഭന മോളേന്ന് വിളി. അങ്ങനെ വിളിക്കാം. ഈ ശോഭനമോളെ, അല്ല ശോഭനാമേ, ശ്രീകാന്ത് എപ്പോ വരും? ആർക്കറിയാം. ഈ ഒന്നും കഴിക്കാനൊന്നും ഇങ്ങോട്ട് വരൂലേ? ഇല്ല, രാവിലെ ഏതെങ്കിലും കടയിൽ കയറി കൊളാവടിക്കും. അപ്പൊ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും കയറി കൊളാവടിക്കും. രാത്രി കഴിക്കാൻ വരൂലേ? രാത്രിയിലും ചിലപ്പം ഒന്നും കിട്ടിയില്ല ഇവിടെ വരും. അപ്പോഴത്തെ ഞാൻ അടുക്കള അങ്ങ് കൊളാവ് ചെയ്യും. നന്നായി. അമ്മേ, ഓ അമ്മോ, എന്തോ? മാവേലിയുടെ വേഷത്തിൽ 2 അമ്മമാർ ഇറങ്ങിയിട്ടുണ്ടെന്ന്. പകല് വന്ന് വീടൊക്കെ കണ്ടു വെക്കും, രാത്രി എല്ലാരും അങ്ങനല്ല, കുറച്ചാളുകളൊക്കെ അങ്ങനെ ഉള്ള ആളുകളും. എന്റെ മോളെന്ന് പറഞ്ഞ ഈ ശ്രീകാന്തിന്റെ ഭയങ്കര ഫാനാണ്. എന്റെ മോക്ക് എപ്പോഴെങ്കിലും ശ്രീകാന്തിനെ ഒന്ന് നേരിട്ട് കാണണം, ഒന്ന് കെട്ടിപ്പിടിക്കണം, ഫോട്ടോ എടുക്കണം, അതായിരുന്നു ഭയങ്കര ആഗ്രഹം. കേരളത്തിൽ എത്ര അച്ഛന്മാരുടെ ആഗ്രഹമാണെന്നറിയോ? അതെ, എന്നെ മോളെ കൊണ്ട് കാണിക്കുക, കെട്ടിപ്പിടിക്കുക. പക്ഷെ അതുപോലല്ല, പുള്ളിയുടെ മോള് കടുത്ത ഫാനാണ്. അവിടെ പാതാളത്തിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക്. അവള് നിസ്സാരക്കാരിയല്ല, അവൾക്ക് പാതാളത്തിൽ 25 ഫോളോവേഴ്സ് ഉണ്ട്. 25 ഫോളോവേഴ്സ്. ഞങ്ങളുടെ അടുത്തൊക്കെ വന്നത് എങ്ങനെ പറയാൻ തോന്നി? അങ്ങനെയല്ല, കുട്ടി ആക്റ്റീവാണ്. അതായത് ഈ പാതാളത്തിലെ രാക്ഷസന്മാരെല്ലാം മൊണ്ണകളെന്നാ അവള് പറയുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിൽ ഒരു മൊണ്ണെ തിരക്കി വന്നേ. ചുമ്മാ പറയുന്നത്. പിന്നെ അതായത് പാതാളത്തിൽ ജനിച്ച കുട്ടി ചക്രവർത്തിയുടെ മകളാണ്. അപ്പൊ അതെങ്ങനെയുള്ള കുട്ടിയായിരിക്കുമെന്ന് ശ്രീകാന്തിന് അറിയാമല്ലോ. അറിയാം, വയൽ പാതാളക്കരണ്ടിയായിട്ട് ജനിച്ച ആളല്ലേ അദ്ദേഹത്തിന്റെ മകൾ. അത് സ്വർണ്ണക്കരണ്ടിന്നില്ലേ? അല്ല, പാതാളമായതുകൊണ്ട് ഒരു ഹ്യൂമർ സാധനം പിടിച്ചതാ. വർക്കായോ? എന്റെ കോമഡിയാ. വർക്കായില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കോമഡി എന്ന് പറയാനായിരുന്നു. സത്യത്തിൽ നിങ്ങളിങ്ങനെ വർഷത്തിൽ വരേണ്ട ആളല്ല. നിങ്ങൾ ആഴ്ച വരണമെന്നാണ്
അല്ല എനിക്ക് ആഴ്ച വരണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ ഈ സീസണോടെ ഈ പരിപാടി നിർത്താൻ പോവുകയായി. ഇത് വലിയ ലാഭമൊന്നുമില്ല. ഞാൻ ശരിക്കും കഴിഞ്ഞ ഓണത്തിന് ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ആ ജംഗ്ഷനിൽ ബാറിൻ്റെ മുന്നേ കൂടെ പോകുമ്പോഴത്തേക്ക് ഒരു കുടിയൻ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നു, രാവണൻ എന്തോന്ന് ഓണത്തിന് ഇവിടെ കാര്യമൊന്നും. അവൻ കള്ളു കുടിച്ചിട്ട് അവൻ എന്നെ 10 തലയായിട്ട് തോന്നുന്നു. അതുമല്ല എനിക്ക് കേരളത്തിലെ പരിപാടി ഞാൻ മടുത്ത് എനിക്ക് മനസ്സാ അങ്ങ് മടിച്ച്. ഞാൻ ഈ എവിടെ നോക്കിയാലും കുറെ കള്ളുകൂടിയന്മാരും അവന്മാരുടെ ആട്ടം അല്ലാതെ ഒന്നുമില്ല. ആ ആട്ടക്കാരുള്ളോണ്ടാ കേരളം ഇങ്ങനെ ആടാതെ നിൽക്കുന്നേ. ശരിയാ. അല്ല ശ്രീകാന്ത്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിന്റെ കാര്യങ്ങളൊക്കെ അതെങ്ങനെയാ? വീഡിയൊക്കെ വേഷം മാറി വരുന്ന സമയം ഇപ്പൊ. അമ്മ ഇത് കണ്ടറിയത്തില്ലേ ഒറിജിനലാന്ന്? അതെ, ഒറിജിനലാ. അല്ല ബ്രോ എന്തോ പറഞ്ഞേ? ഈ വരുമാനമേ യൂട്യൂബിൽ നിന്നുള്ള അതെങ്ങനെയത്? വരുമാനം നമുക്ക് മൊത്തത്തിൽ ആദ്യം അവർ ഡോളറായിട്ടാണ് തരുന്നത്. പിന്നെ ഞാൻ അതെടുത്ത് ഇന്ത്യൻ മണി ആക്കും. അങ്ങനെയാണ്. അടുക്കളയിൽ നിന്ന് എടുത്ത് 150 രൂപ ഇന്ത്യൻ മണി അവിടെ കൊണ്ട് വെച്ചേക്കണം. അമ്മ സംസാരിക്കും, ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക. അയ്യോ, ഞങ്ങൾ അങ്ങനെ ഫുഡ് അടിക്കാൻ മാത്രമായിട്ട് വന്നതല്ല. ഈ ആഗമനത്തിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീകാന്തിന്റെ കടുത്ത ആരാധികയാണ് എൻ്റെ മോള്. എന്തിനാ തിരുമേനി എപ്പോഴും അത് പറഞ്ഞു? പറയട്ടെ, നല്ല രസമില്ല കേൾക്കാൻ. പറ. ശരിക്കും പറഞ്ഞാൽ ശ്രീകാന്തിന്റെ പേരിൽ എൻ്റെ മോള് പാതാളത്തിൽ ഒരു ക്ഷേത്രം വരെ പണിതു. അമ്പലത്തിൽ കയറത്താനാണോ ക്ഷേത്രം പണിഞ്ഞത്? എന്താ അമ്മ അമ്പലത്തിൽ കയറാത്ത? വിശേഷങ്ങളൊന്നും അമ്പലത്തിൽ കയറത്തില്ല. ഞാൻ എത്തിസ്റ്റ രാഹുകാലം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇത്രയായ സ്ഥിതിക്ക് അമ്മയുടെ അടുത്ത് ഞാനൊരു അനുവാദം ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ മരുമകനായിട്ട് ശ്രീകാന്തിനെ അങ്ങ് പാതാളത്തിലോട്ട് കൊണ്ടുപോവാം. ഭൂമി ഒഴിക്കൊന്നും വേണ്ട, അവരും കുഴിച്ചു കൊണ്ടുപോയിക്കോളൂ. പോവാടാ. കഴിഞ്ഞു ഈ ജന്മത്തിലെ എല്ലാ ബന്ധവും. ബൈ, പോവാം മാമ. പോവാം. അങ്ങനെ പോകാൻ പറ്റത്തില്ല, ഇവിടെ കൊളാബയറെ കെട്ടിക്കിടക്കുന്നു. അതൊക്കെ മതി, എന്നെ കൊണ്ട് കുറെ ഉണ്ടാക്കിയതാ. പോരുതെന്നാ പറഞ്ഞേ. ഞാൻ പോവും. പോന്ന കൊള്ള, എന്റെ കണ്ടന്റ് ഒന്നും എടുത്ത് അവിടെ അവതരിപ്പിക്കരുത്. അയ്യ, അവിടുത്തെ കണ്ടന്റ് എന്തിനാ മാമ കണ്ടവരോടൊക്കെ സംസാരിക്കുന്നത്? അപ്പൊ അവിടെ അമ്പലം തുറക്കുന്ന സമയമായി. പോയിക്കോട്ടെ ശോഭന മോളെ. എനിക്കറിയാം നീ എന്നെ ഇട്ടു പോകാൻ പറ്റത്തില്ലെന്ന്. നീ തിരിച്ചു വന്നല്ലോ, അത് മതി. അയ്യടാ, ഞാൻ അനുഗ്രഹം മേടിക്കാൻ വന്നേ, ഇനി ഇതിനായിട്ട് ഇങ്ങോട്ട് വരണ്ടല്ലോ. വാ പോവാ. ഇറങ്ങിറങ്ങ്. എന്തിനാ വല്ലവരുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഈ മാന്യന്മാർക്കേ ഇടപഴകാൻ പറ്റാത്ത കുടുംബക്കാരാ. വാ. ജലജേ, അവൻ പോയി. എനിക്കൂടെ ഒരു സീറ്റ് പിടിച്ചിട്ടേരാ മൂന്നാറിന് പോകാൻ കേട്ടോ. നല്ല പയ്യൻ കേട്ടാ. പക്ഷെ ഈ ഓണത്തിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. ഇതിന്റെ മോക്ക് വലിയൊരു മരുമകനെ കിട്ടിയില്ലേ, ഇവനെ പോലൊരു മിടുക്കൻ പയ്യനെ കിട്ടിയില്ലേ. മിടുക്കനാണ്. ഓ സന്തോഷം. അപ്പൊ നമുക്ക് പോവാം. എവിടെ? പാതാളത്തിലോട്ട് പോവാം. ഞാൻ വരത്തില്ല. എന്നാ നീ പോണം? ഞാൻ അമ്മയെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതല്ലേ. ഞങ്ങൾ 3 കൂട്ടുകാരോട് ട്രിപ്പ് പോയിരിക്കുമല്ലേ. അപ്പൊ എന്റെ മോളാ? ഇയാളെ മോളെന്നും കേട്ടാ എനിക്കങ്ങ് വയ്യ. പിന്നെ ഞാൻ എന്റെ മോളെ ആരെ കൊണ്ട് കിട്ടിക്കും? ആ ആഷിറിനെ കൊണ്ടങ്ങ് കെട്ടിക്കുക. അവനാ ഇപ്പൊ റീച്ച് കൂടുതൽ. എനിക്ക് വയ്യ, ഞാൻ പോവാ. അല്ല പനിയാ, നമ്മളെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അമ്മയുടെ പറ്റത്തൊന്നുമില്ല. പറയട്ടാ. ഇയാളെ ഓസിന് മോളെ കെട്ടിക്കാൻ ഓടോ. കണ്ട ആരോഗ്യ മോക്കെ കൊണ്ട് കെട്ടിക്ക്. ആ വണ്ടിയൊക്കെ കടിച്ചതും പോയി കടിച്ചതും പോയി എന്ന അവസ്ഥയല്ലേ. അവ ഇപ്പൊ വേറൊരു പേര് പറഞ്ഞില്ലേ? ആ, അതെന്തായിരുന്നു? ഹാഷിർ. അവന്റെ വീട്ടിലോട്ട് അവനെ കൊണ്ട് കിട്ടി.